നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നഗരവികസനം ആദ്യഘട്ട DBM ടാറിംഗ് പൂർത്തിയാക്കിയ 4 വരിപ്പാത ഗതാഗതത്തിനായി തുറന്നു നൽകി. PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയാണ് ടാറിംഗ് പൂർത്തിയാക്കിയത്. മൂവാറ്റുപുഴ MC റോഡിലെ കുഴി മൂടുന്നതിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കിഫ്ബി യോഗത്തിൽ ധാരണയായതായി മാത്യു കുഴൽനാടൻ MLA. ഗർത്തം രൂപപ്പെടാൻ കാരണമായ പഴയ ഡ്രെയിനേജ് പൂർണ്ണമായും അടച്ചുപൂട്ടാനും തീരുമാനം. നഗരവികസനം അട്ടിമറിച്ചു. MLAയും ഉദ്യോഗസ്ഥരും മറുപടി പറയണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം. വെള്ളൂർക്കുന്നം മുതൽ നെഹ്റു പാർക്ക് വരെയുള്ള നിർമ്മാണം ഒഴിവാക്കിയത് അംഗീകരിക്കാനാകില്ലെന്നും എൽദോ എബ്രഹാം. കുട്ടികളിൽ സാമൂഹിക അവബോധം വളർത്തുക. പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി ലയൺസ് ക്ലബ്ബ്. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാൻഡി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. KPSTS സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന സമര പ്രചാരണ ജാഥ. മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാതല സംഘാടക സമിതി രൂപീകരിച്ചു. 23-ന് ജാഥ മൂവാറ്റുപുഴയിൽ എത്തിച്ചേരും. സംഘാടക സമിതി രൂപീകരണ യോഗം എറണാകുളം റവന്യൂ ജില്ലാ പ്രസിഡന്റ് തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ ആദ്യഘട്ട DBM ടാറിംഗ് പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകി. കഴിഞ്ഞ 4 മാസക്കാലം നഗരത്തിലെ ട്രാഫിക് കാര്യങ്ങൾ കുറ്റമറ്റ രീതിയിൽ നിയന്ത്രിച്ച ട്രാഫിക് SI KP സിദ്ദിഖാണ് 4 വരിപ്പാത ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. നഗരത്തിൽ 4 വരിപ്പാത തുറന്നതോടെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളും ചെറുവാഹനങ്ങളും പുതിയ റോഡിലൂടെ കടത്തിവിടുമെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. DBM നിലവാരത്തിൽ 10 സെന്റിമീറ്റർ ഖനത്തിലുള്ള ടാറിംഗ് പ്രവർത്തികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിനു മുകളിലായി 5 സെന്റിമീറ്റർ ഖനത്തിൽ BC നിലവാരത്തിലുള്ള ടാറിംഗും ഉണ്ടാകും. PO ജംഗ്ഷനിൽ തൊടുപുഴ റോഡുമായും കോട്ടയം റോഡുമായും പുതിയ റോഡ് ബന്ധിപ്പിക്കുന്ന ഭാഗങ്ങളിലെ ടാറിംഗ് തുടർ ദിവസങ്ങളിൽ ഉണ്ടാകും. ഈ സമയത്ത് ചെറിയ ഗതാഗത നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും അധികൃതർ അറിയിച്ചു. കച്ചേരിത്താഴത്ത് രൂപപ്പെട്ട കുഴി മൂടുന്നതിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കുഴി എങ്ങനെ മൂടണം എന്നതിനെക്കുറിച്ചും ഇതിനുള്ള തുക സംബന്ധിച്ചും കിഫ്ബി യോഗത്തിൽ ധാരണയായതായി മാത്യു കുഴൽനാടൻ MLA. വിദഗ്ധ പരിശോധനകൾക്കും അന്തിമ റിപ്പോർട്ടിനും ശേഷം മൂവാറ്റുപുഴ MC റോഡിലെ കുഴി മൂടുന്നതിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കുഴി എങ്ങനെ മൂടണം എന്നതിനെക്കുറിച്ചും ഇതിനുള്ള തുക സംബന്ധിച്ചും ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന കിഫ്ബി യോഗത്തിൽ ധാരണയായതായി മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. കിഫ്ബി നിർദ്ദേശമനുസരിച്ചാകും കുഴി മൂടുക. ഗർത്തം മൂടുന്നതിന് മുൻപായി ഗർത്തമുണ്ടാകുന്നതിന് കാരണമായി കണ്ടെത്തിയ ബലക്ഷയം സംഭവിച്ച കൽക്കെട്ടുകൊണ്ടുള്ള പഴയ ഡ്രെയിനേജ് പൂർണ്ണമായും അടച്ചുപൂട്ടാനും തീരുമാനമായി. കുഴിയിൽ കണ്ടെത്തിയ കാനകൾക്ക് പകരം റോഡരികിലൂടെ കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനുള്ള ജോലികളാണ് ഇന്നലെ ആരംഭിച്ചത്. ഇതിനായി കുഴിയുടെ സമീപത്ത് കൂറ്റൻ കോൺക്രീറ്റ് പൈപ്പ് സ്ഥാപിക്കുന്നതിനുള്ള മറ്റൊരു കുഴി കുടിച്ചു. കച്ചേരിത്താഴത്ത് കവിത റോഡിന് ശേഷമുള്ള ഭാഗം പൂർണ്ണമായി അടച്ച ശേഷമാണ് കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചത്. പഴയ ഡ്രെയിനേജുകൾ ഒഴിവാക്കുന്നതിനാൽ റോഡിന്റെ ഇരുവശത്തും പുതുതായി നിർമ്മിച്ചിരിക്കുന്ന പ്രീകാസ്റ്റ് ഡക്റ്റ് വഴിയുള്ള ഡ്രെയിനേജിന്റെ തുടർച്ചയായി പുഴയിലേക്ക് പുതിയ ഡ്രെയിനേജുകളുടെ നിർമ്മാണവും ആരംഭിച്ചു. റോഡിന്റെ ഒരു ഭാഗത്ത് രാജേശ്വരി ഹോട്ടലിന് മുൻപിൽ നിന്ന് കാന നേരെ പുഴയിലേക്ക് എത്തിക്കും. മറുവശത്ത് നഗരസഭ ഓഫീസിന്റെ അരികിലൂടെ പുഴയിലേക്ക് കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിക്കും. ഇതിനുള്ള അനുമതി നഗരസഭ നൽകിയിട്ടുണ്ട്. കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിച്ച് കാനകൾ ബന്ധിപ്പിച്ച ശേഷമായിരിക്കും വലിയ കുഴി മൂടുന്ന ജോലികൾ ആരംഭിക്കുക. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നഗരവികസനം അട്ടിമറിച്ചതിൽ MLAയും ഉദ്യോഗസ്ഥരും മറുപടി പറയണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം. മൂവാറ്റുപുഴ നഗര റോഡ് വികസനം അട്ടിമറിച്ചതിൽ MLAയ്ക്കും ഉദ്യോഗസ്ഥർക്കും പ്രധാന പങ്കുണ്ടെന്ന് എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി. വെള്ളൂർക്കുന്നം കവല മുതൽ PO ജംഗ്ഷൻ വരെയുള്ള നഗര റോഡ് വികസനത്തിന്റെ പരിധിയിൽ നിന്ന് വെള്ളൂർക്കുന്നം മുതൽ നെഹ്റു പാർക്ക് വരെയുള്ള നിർമ്മാണം ഒഴിവാക്കിയത് അംഗീകരിക്കാനാവില്ല. 2400 മീറ്റർ റോഡ് വർക്ക് 1800 മീറ്ററായി ചുരുങ്ങി. വെള്ളൂർക്കുന്നം ജംഗ്ഷനിലെ 4 സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് 2018 സർക്കാർ പണം നൽകിയതാണ്. ഏറ്റെടുത്ത ഭൂമി സ്വകാര്യ വ്യക്തികളുടെ കൈവശമിരിക്കുകയും റോഡ് നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങുകയും NHAIയുടെ റോഡാണിത് എന്ന ന്യായം പറയുന്നതും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് എൽദോ എബ്രഹാം. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാൻഡി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ സാമൂഹിക അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാൻഡി എബ്രഹാം ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ സ്കൂളിൽ ഇവിടെ കലോത്സവം നടക്കുന്ന സമയത്ത് മാലിന്യമുക്തം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ലയൺസ് ക്ലബിന്റെ ബാലേന്ദ്ര സാറിന്റെ മറ്റു നേതൃത്വത്തിൽ ലയൺസ് ക്ലബിൽ നിന്ന് നമുക്ക് 10 ബിന്നുകൾ ഇവിടെ എത്തിച്ചേരുകയും അന്ന് വളരെ പ്രയോജനപ്രദമായ രീതിയിൽ, കാരണം സ്കൂളുകൾ ഒരേ തലത്തിലേക്ക് ഉയരുമ്പോൾ അതിൻ്റെതായ ആവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലയൺസ് ക്ലബ്, വൈസ്മെൻ ക്ലബ്, അങ്ങനെ പല ക്ലബുകളോടും നമ്മൾ ചോദിച്ചു തന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളും പൗരത്വബോധവും എന്ന വിഷയത്തിൽ റിട്ടയർഡ് ഡിവൈഎസ്പി എൻ ശിവദാസ് ക്ലാസ് എടുത്തു. ലഹരി ബോധവൽക്കരണ സെമിനാറിന് മൂവാറ്റുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MAK ഫൈസൽ നേതൃത്വം നൽകി. മൂവാറ്റുപുഴ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ EA സിദ്ദിഖ്, പ്രധാന അധ്യാപിക സഫീന A, PTA പ്രസിഡന്റ് ഹസീന ആസിഫ്, ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ നീന സജീവ്, ബീന സുരേഷ്, AR ബാലചന്ദ്രൻ, VP സുരേഷ്, S ബാലചന്ദ്രൻ നായർ, അധ്യാപകരായ ഗീതു ജി നായർ, റഹ്മത്ത് PM, സബിത PE, നൌഫൽ KM തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. KPST സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന സമരപ്രചാരണ ജാഥയ്ക്ക് മുന്നോടിയായി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാതല സംഘാടക സമിതി രൂപീകരിച്ചു. 15-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി 27-ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അധ്യാപക പ്രകടനത്തോടെ സമാപിക്കുന്ന രീതിയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. 23-ന് വൈകിട്ട് 3-ന് മൂവാറ്റുപുഴയിൽ ജാഥ എത്തിച്ചേരും. സംഘാടക സമിതി രൂപീകരണ യോഗം എറണാകുളം റവന്യൂ ജില്ലാ പ്രസിഡന്റ് തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരികളായി ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, അനൂപ് ജേക്കബ് MLA എന്നിവരടങ്ങുന്ന 51-അംഗ സ്വാഗത സംഘത്തെയാണ് രൂപീകരിച്ചത്. ഓണാഘോഷവും കുടുംബസംഗമവും നാളെ. ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ മൂവാറ്റുപുഴ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഓണാഘോഷവും കുടുംബസംഗമവും നാളെ രാവിലെ 9:30-ന് ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്ര സന്നിധിയിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. SNDP യോഗം യൂണിയൻ പ്രസിഡന്റ് VK നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KK രാജൻ അധ്യക്ഷത വഹിക്കും. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.